എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുക്കളയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് എലിസബത്തും കനകയും കൂടിയാണ്. അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ് കുശലമൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇവരുടെ കൂടെ നന്ദു ഉണ്ട് കേട്ടോ. നന്ദുവിനെ അപ്പുറത്ത് നിന്ന് ഷൂ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് അനി. അന്നേരം നന്ദു നോക്കുന്ന കൂട്ടത്തിൽ കനകയും നോക്കും. എന്നിട്ട് ആരടി വിളിച്ചത് എന്ന് ചോദിച്ചിട്ട് അവിടെ പോയി നോക്കുന്നെങ്കിൽ അനി അവിടെ നിന്ന് മാറും. അപ്പോഴും ഭയങ്കര സംശയമാണ് കനകയ്ക്ക് നന്ദുവിനെ. എന്നതാടി, ആരാ വിളിച്ചത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ സംശയം ചോദിക്കുന്നുണ്ട്. ഏതായാലും എനിക്ക് ആകെ വിഷമമാണ്, നന്ദുവിനോടൊന്നും സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട്. അതുകൊണ്ട് പുറത്ത് പോയി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക. അവളോട് എങ്ങനെയെങ്കിലും സത്യം പറയണമല്ലോ എന്നോർത്ത്. അന്നേരം അങ്ങോട്ടേക്ക് വീണ്ടും അവന്തിക വരും. എന്നിട്ട് എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നു, അതുകൊണ്ട് വന്ന് നിന്നതാ എന്ന് പറയും. എന്നിട്ട് അവർ കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പം അവന്തിക പറയുന്നുണ്ട്, നിവിൻ വരുമോ എന്ന് ആകെ ടെൻഷനായിരുന്നു, ഞാൻ അങ്ങനെ പേടിച്ചു, വരുമോ എന്ന് പേടിച്ചു എന്നൊക്കെ പറയുമ്പം അനി ചോദിക്കും, എന്തിനാ അങ്ങനെ പേടിക്കുന്നത്? അവൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. വിവാഹ കാര്യത്തിൽ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. അത് പറഞ്ഞു എന്ന് കരുതി പിണക്കം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പിണക്കമൊന്നുമില്ല, എനിക്കിപ്പോൾ അവൻ പോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ല ചെറുക്കനെ കിട്ടും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ഇഷ്ടത്തോടെ നോക്കുവാണ് അനിയുടെ മുഖത്തേക്ക്. അനി അത് ശ്രദ്ധിക്കുന്നില്ല. അന്നേരം വീണ്ടും പറയും, എങ്കിലിവിടെ ഇനി തന്നെ നിൽക്കുകയൊന്നും വേണ്ട, നമുക്ക് അകത്തേക്ക് പോകാം, എല്ലാവരും കൂടിയിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അനിയെ നിർബന്ധിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇതിനിടയ്ക്ക് അകത്തിരുന്ന് സംസാരിക്കുന്ന ജയനെയും ദേവേനെയും ഒക്കെ കാണിക്കുന്നുണ്ട്. അവരെല്ലാവരും അബിയുടെ കാര്യവും അതുപോലെ ജ്വല്ലറിയെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അബി ഈ കുടുംബത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇവരെ ചതിക്കുന്നുണ്ടോ എന്നുള്ള സംശയമൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് ആദർശന് മാളവികയുടെ കോൾ വരുന്നുണ്ട്. നല്ല ടെൻഷനില്ലാതെടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന ആദർശനെയും കാണിക്കുന്നുണ്ട്. അന്നേരം ജയൻ പറയുന്നുണ്ട്, അവൻ അവിടുന്ന് വീട്ടിൽ നിന്ന് പോന്നാലും ഇപ്പോഴും നമ്മളെ ചതിക്കുന്നത് ആരാണ് എന്ന് കണ്ടുപിടിക്കാത്തതുകൊണ്ട് ആകെ ടെൻഷനിലാണ്. എല്ലാം ഒന്ന് കണ്ടുപിടിച്ച് നേരെ ആയാൽ മതിയായിരുന്നു എന്നൊക്കെ അവർ ഓരോ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് മുത്തശ്ശനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, എല്ലാ വീഡിയോസും കണ്ടോ, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കൊടുത്ത നെക്ലേസ് ഇട്ട് ഒരു രാജകുമാരിയെ പോലെ നിൽക്കുന്ന മോളെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്ന് ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് കനക വരും. ഫുഡൊക്കെ എടുത്ത് വെക്കുക കേട്ടോ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി. അന്നേരം കനക പറയുന്നുണ്ട്, ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകുമ്പോൾ കുറച്ച് ഭക്ഷണം അങ്ങോട്ടേക്കും കൊണ്ടുപോകുമോ, ഇങ്ങോട്ട് വരാതെ പരിഭവത്തിൽ പിണങ്ങിയിരിക്കുന്ന ആളല്ലേ മുത്തശ്ശനും കൊണ്ട് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കൊണ്ടുപോയാൽ ശരിയാകിയേല, ആളിത്തിരി ദേഷ്യത്തില്ല, അതുകൊണ്ട് ശരിയാകിയല്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശിയോട് കനക സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ നമ്മുടെ നന്ദു പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അന്നേരം അനി അങ്ങോട്ട് വന്നിട്ട് ജനലിക്കിടെയാണെ പറയുവാണ്, ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ അമ്മ കാണും, പിന്നെ ആകെ പ്രശ്നമാകും, അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ അയച്ച ആ മെസ്സേജ് എടുത്ത് നീ വായിച്ചു നോക്കുക, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും, ഇതിവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ കുളമാക്കും, നിനക്കറിയാലോ എന്നെ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണേ. എന്നിട്ട് അങ്ങ് പോകും. അത് കഴിയുമ്പം നന്ദു ഫോൺ എടുത്ത് നോക്കും. ഫോണിൻ്റെ അകത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ള മെസ്സേജ് കിടപ്പുണ്ട്. അത് കേട്ട് കഴിയുമ്പം ഒരു ആശ്വാസം നന്ദുവിന്. അന്നേരം ഒരു ചെറിയ ചിരിയൊക്കെ മുഖത്ത് വരുന്നുണ്ട്. അങ്ങനെ ചിരിച്ചുകൊണ്ട് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പം അനി അപ്പുറത്ത് റൂമിൽ നിൽപ്പണ്ടേ, ഇവർക്ക് ജനലിക്കടെ കാണാം. ഈ സമയം അപ്പുറത്ത് കനക ഓടി വരുന്നു. എന്നിട്ട് നീ ആരെ നോക്കുമായിരുന്നു ഈ ജനലിക്കടെ എന്ന് ചോദിച്ച് ജനലിക്കടെ ഒളിഞ്ഞു നോക്കുവാണ്. അപ്പോൾ കനകയുടെ ശബ്ദം കേട്ടപ്പോഴേ അനി അങ്ങോട്ട് പോയി, നിന്നെ എനിക്ക് സംശയമുണ്ട്, നിൻ്റെ ഈ ഒളിച്ചു കളി എന്നൊക്കെ പറഞ്ഞ് അന്നേരം സംശയിച്ച് സംസാരിക്കുന്നു. ഇതിനിടയ്ക്ക് വീണ്ടും അവരുടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ജ്വല്ലറിയെ കുറിച്ചും അതുപോലെ മുത്തശ്ശൻ്റെ പിണക്കത്തെക്കുറിച്ചും ഒക്കെ മുത്തശ്ശിയുമായിട്ട് സംസാരിക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുന്നു. അന്നേരം അനിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ തുടങ്ങുവാണ് നന്ദു. അത് കാണുന്നത് കനകയ്ക്ക് വിഷമം. അവിടെയും ഓടി വരുന്നു. എന്നിട്ട് ഞാൻ വിളമ്പി കൊടുത്തോളാം എന്ന് പറഞ്ഞ് നന്ദുവിനെ മാറ്റി വിടുവാണ്. അന്നേരം അനി നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് കാണുന്നുണ്ട് കനകയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല. കനക പറയുവാണ്, മോളെ നീ ചേച്ചിയെ കണ്ടിട്ട് ഒരുപാട് നാളായതല്ലേ, ചേച്ചിയുടെ അടുത്ത് പോയിരിക്കുക, ജോലി കിട്ടിയ പിന്നെ ആകെ ടെൻഷനോട് ഓടി നടക്കുന്നതുകൊണ്ട് ചേച്ചി അനിയത്തി ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഒരുപാട് നാളായി, അതുകൊണ്ട് മോള് പൊക്കോ എന്ന് പറഞ്ഞ് മനഃപൂർവ്വം അവിടുന്ന് നന്ദുവിനെ പറഞ്ഞു വിടുക. അന്നേരം ജയൻ ചോദിക്കും, നന്ദുവിന് നല്ല വിവാഹാലോചന എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് കനകയോട്. അന്നേരം പിന്നെ 3-4 വന്ന് കിടപ്പുണ്ട്, അതിൽ നല്ലത് ഏതെങ്കിലും ജാതകമായിട്ട് ചേരുവാണെങ്കിൽ ഈ ചിങ്ങത്തിൽ തന്നെ ഞാൻ കല്യാണം നടത്തും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പയ്യ അനിയെ നോക്കുവാണേ. അന്നേരം അനി മനസ്സിലോർക്കുക, ഇനിയിപ്പം ചെറുക്കനെ അന്വേഷിച്ച് നിങ്ങൾ ആരും കഷ്ടപ്പെടണ്ട, ചെറുക്കൻ ഇവിടെ നിൽപ്പുണ്ട്, നിങ്ങൾ കറക്റ്റ് ടൈം ആകുമ്പോൾ വിവാഹം നടത്തി തന്നാൽ മതി എന്ന് അനി മനസ്സിലോർക്കുന്നുണ്ട്. അതുപോലെ നയനയുടെ അടുത്ത് വന്ന് കുശലം പറയുന്ന അവന്തികയും കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് മുത്തശ്ശി വരും. എന്നിട്ട് കുറച്ച് ഫോട്ടോ എടുത്തു തരാൻ പറയുവാണ്. നയനയുടെ തന്നെയും മുത്തശ്ശിയുടെ കൂടെ നിന്നും ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവരോട് പറയും, ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചതാണ്, ഇനി നിങ്ങൾ രണ്ടുപേരും പോയി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു വിടും. അന്നേരം നയന ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്, മുത്തശ്ശിക്ക് നേരത്തെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു, ഇതെന്താ പെട്ടെന്ന് സ്വഭാവം മാറിയത് എന്നൊക്കെ നയന ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. ഏതായാലും അവർ ഫുഡ് കഴിക്കാൻ പോയി കഴിയുമ്പോഴേക്കും അത് മുത്തശ്ശന് അയച്ചു കൊടുക്കും മുത്തശ്ശി.
അതും കണ്ടുകൊണ്ടിരിക്കുന്നത് മുത്തശ്ശൻ്റെ അടുത്തോട്ടാണ് നമ്മുടെ നവ്യ വരുന്നത്. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വിളിക്കും. അന്നേരം വരുന്നില്ല, എനിക്കിപ്പോൾ വേണ്ട എന്ന് പറയുമ്പം അവരുടെ കൂടെ ഫംഗ്ഷന് പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണോ മുത്തശ്ശനെ എന്ന് നാനി ചോദിക്കും. അന്നേരം അങ്ങനെ ഒരു സങ്കടം എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ, പിന്നെ ഇതിന് നീ ആവശ്യമില്ലാത്തതൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം നവ്യ എന്നും പറയുന്നത് പോലെ തന്നെ മുത്തശ്ശന് ആദർശനോടും നയനോടും ഒക്കെയാണ് കൂടുതൽ താല്പര്യം. അഭിയോട് ഇഷ്ടക്കുറവുണ്ട്, അവൻ നന്നാകുന്ന ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നിനക്ക് അവനെ വിശ്വസിക്കാനാണ് ഇഷ്ടമെങ്കിൽ വിശ്വസിക്കാം, പക്ഷെ ഒരുപാട് കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് കരയേണ്ടി വരുന്നത് നീ തന്നെയായിരിക്കും, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറയുന്നു. അന്നേരം നവ്യ പിന്നെയും ചോദിക്കുവാണ്, ഈ അമ്മമാർ മക്കളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമോ? അങ്ങനെ ശ്രമിക്കുന്ന അമ്മമാരെക്കുറിച്ച് മുത്തശ്ശൻ എന്താ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ അമ്മമാർ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ നിൻ്റെ അമ്മയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അവരങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് നിൻ്റെ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് നവ്യനെയും മുത്തശ്ശൻ തിരിച്ച് കുറ്റപ്പെടുത്തുന്നുണ്ട്. അന്നേരം നവ്യ ചോദിക്കുകയാണ്, മുത്തശ്ശന് ഇപ്പോഴും ആദർശനെ തന്നെയാണ് ഇഷ്ടം, തെറ്റ് ചെയ്ത ആളാണ് ആദർശ്, എന്നിട്ടും ആദർശനെ സ്നേഹിക്കുന്നു, അഭി അതുപോലെ സ്നേഹിക്കുന്നില്ല, അതിനെന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന മുത്തശ്ശനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിക്കുന്നു.